പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. ശുദ്ധർ ശുദ്ധരെല്ലാം ഗീതം പാടും തൻ്റെ വരവിൽ. ശുദ്ധർ ശുദ്ധരെല്ലാം ഗീതം പാടും തൻ്റെ വരവിൽ. ആർത്തും ഘോഷിച്ചും, ആർത്തും ഘോഷിച്ചും ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ, ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി
കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. ഉണരുക നീ എന്നാത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. തുണയവനല്ലാതാരുള്ളി ഏഴകൾ നമ്മെ പാലിപ്പാൻ. പുതിയൊരു ദിവസം വന്നതിൽ നാം എങ്ങനെ നമ്മുടെ ജീവിതത്തെ ഭൂതലമതിലേ നയിച്ചിടണം. ആയതറിക്കതനോട് നാം പോയൊരു ദിവസം അതുപോലെ ഭൂവിലെ വാസവും നീങ്ങിപ്പോം. നീയതു ധ്യാനിച്ചീശങ്കൽ ആശ്രയം പുതുക്കണമീ ക്ഷണത്തിൽ. ഉണരുക നീ എന്നാത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. വീടുമില്ലാരുമില്ലൊന്നുമില്ലീ ലോകത്തിലെനിക്കെന്നോർക്കുക നീ. വിട്ടകലും നീയൊരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന സകലത്തെയും. നീതി സൗഭാഗ്യങ്ങൾ അനുഭവിപ്പാൻ സ്വർഗത്തിൽ നമുക്കുള്ള വീടുമതി. നിത്യജീവാമൃതമോദമണിഞ്ഞപ്പൻ്റെ മടിയിൽ വസിക്കരുതോ. ഉണരുക നീ എന്നാത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. സ്നേഹിതർ നമുക്കുണ്ട് സ്വർഗത്തിൽ, ദൈവത്തിൻ ദൂതരും പരിശുദ്ധരും. സ്നേഹം കൊണ്ടേശുവെ വാഴ്ത്തിപ്പാടുന്നവിടെ നമുക്കും പാടരുതോ. ക്രിസ്തന്റെ കാഹളമൂതും ധ്വനി കേൾക്കുമോ ഈ ദിനമാരറിഞ്ഞു. വിശ്രമവാസത്തിലാകുമോ നാം, ഏതിനുമൊരുങ്ങുകെന്നാത്മാവേ. ഉണരുക നീ എന്നാത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. തുണയവനല്ലാതാരുള്ളി ഏഴകൾ നമ്മെ പാലിപ്പാൻ. ഉണരുക നീ എന്നാത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. തുണയവനല്ലാതാരുള്ളി ഏഴകൾ നമ്മെ പാലിപ്പാൻ. പുതിയൊരു ദിവസം വന്നതിൽ നാം എങ്ങനെ നമ്മുടെ ജീവിതത്തെ
പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സഹോദരൻ്റെ വേർപാടിനോടനുബന്ധിച്ച് ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിന് ആശ്വാസം കൊടുക്കാൻ നാം കടന്നു വന്നിരിക്കുമ്പോൾ സ്വർഗസ്വനായ ദൈവം പ്രിയ ഭവനത്തെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദീർഘവർഷക്കാലം കർത്താവിനെ വിശ്വാസമായി സേവിച്ചതിന് ശേഷം അക്രനാട്ടിലേക്ക് കടന്നുപോയ പ്രിയ സഹോദരനെ നമ്മൾ ഓർക്കുന്നു. തൻ്റെ ജീവിത രീതി ഓർക്കുന്നു. കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നു. എന്നാൽ നല്ല പാതയെ കാണിച്ചിട്ട് കടന്നു പോയിരിക്കുമ്പോൾ ചെന്നെത്തിരിക്കുന്ന സ്ഥലം കർത്തൃസന്നിധിയിലാണ്. എന്നാൽ ശേഷിച്ചിരിക്കുന്ന ഭവനാംഗങ്ങൾ നാം ഓരോരുത്തരും ദുഃഖത്തിലായിരിക്കുന്നു. നമ്മെ ആശ്വസിക്കുന്ന കർത്താവിൻ്റെ കരം ഇന്ന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ നടക്കേണ്ടതിന് വേണ്ടി എല്ലാ ശുശ്രൂഷയും കർത്താവിന് ഹിതകരമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടി ഇരിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് ദാസ പാസ്റ്റർ ജേക്കബ് ചെറിയ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ ഇവിടെ ആരംഭിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇനി തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചു മുമ്പ് അനാദിയായും ശാശ്വതമായും ദൈവമാണ്. വാത്സല്യ പിതാവേ, ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ തികച്ചും അപ്രതീക്ഷിതമായ സമയത്ത് വേണ്ടപ്പെട്ടവരോട് പ്രിയപ്പെട്ടവരൊരു വാക്ക് ഗുഡ് ബൈ പറയുവാൻ പോലും അവസരമില്ലാതെ അവിടുത്തെ സന്നിധിയിൽ എടുക്കപ്പെട്ടു. ഞങ്ങളെല്ലാം ഈ ഭൂമിയിൽ പരദേശികളായി പാർക്കുമ്പോൾ താൻ പ്രത്യാശ വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ ആത്മാവ് വിശ്രമിക്കുന്നത് ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട് ഒരു വശത്ത്. അപ്പോൾ തന്നെ ശാരീരികമായ വേർപാടിൽ ഉണ്ടായിരിക്കുന്ന അതീവ ദുഃഖത്തിൽ, സങ്കടത്തിൽ, ഭാരത്തിൽ, വേദനയിലായിരിക്കുന്ന നിൻ്റെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് അറിയുന്നു, കാണുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട്, ആശ്വാസം കൊണ്ട് നിൻ്റെ മക്കളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ അവിടുന്ന് കെട്ടണമേ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടില്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, നീ അവരുടെ വേദനകളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ നല്ല പോരാട്ടം പോരാടി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറയുന്ന കൊണ്ണം താൻ യേശുവിനെ കണ്ട കാലം മുതൽ യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ കർത്താവ് കൊടുത്ത ആ കഴിവിനനുസരിച്ച് എല്ലാവരോടും സ്നേഹത്തിൽ, സൗമ്യതയിൽ, ആത്മാർത്ഥതയിൽ ഇടപെടുവാൻ നല്ല ഒരു മാതൃക ഞങ്ങളുടെ മുമ്പിൽ വെച്ചു പോകുവാൻ കർത്താവ് ആ ദൈവദാസൻ, ആ സഹോദരനെ നീ ഇടയാക്കിയത് ഓർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഓട്ടം വിശ്വസ്തയോട് ഓടുവാൻ, മാതൃകയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. തൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ അതീവ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ സഹോദരി ലാലുകുട്ടിയെയും കുഞ്ഞുങ്ങളെയും അവരുടെ അടുത്ത ബന്ധുക്കളെയും സഹോദരങ്ങളെയും ആത്മീയ സഹോദരങ്ങളായ അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് ഒരിക്കൽ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കടന്നു വരുവാനുള്ളവരെല്ലാവരെയും തക്ക സമയത്ത് കൊണ്ടുവരണമേ. കാലാവസ്ഥയുടെ അല്പമായ തണുപ്പിന് പ്രയാസമുണ്ടെങ്കിലും കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. യാത്രകളിൽ കൂടെ ഇരിക്കണമേ. കർത്താവ്, തൻ്റെ വാത്സല്യ സഹോദരങ്ങളും പ്രിയ മാതാവും നാട്ടിൽ ആയിരിക്കുന്നു. ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയി സംസ്കരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങളും ക്രമീകൃതമായി നടക്കുവാൻ തൊക്കൊണ്ടും ഇടയാക്കണമേ. കർത്താവ്, കോവർക്കേഴ്സിനായി എല്ലാ സ്നേഹിതർക്കായി, പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരും ഈ സമയത്ത് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ആശ്വാസം പറയുവാൻ തൊക്കൊണ്ടും ഇടയാക്കണമേ. ഇന്ന് തുടർന്ന് സംസാരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ആശീർവദിക്കണമേ. ആരെങ്കിലും ഈ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരാതെ നിത്യനരകത്തിന് യോഗ്യരായി ഇവിടെ കടന്നു വരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യത ഒന്ന് കൈവശമാക്കുവാൻ, കരസ്ഥമാക്കുവാൻ അവരുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി ദൈവകരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ചേർന്നിടും അങ്ങയെ
വേഗം വാ ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. Praise God. Greetings you all in the precious name of our Lord and Savior Jesus Christ. It is indeed a sorrowful time to come like this in this place, but it was God's pre-plan, I believe, that we should gather here. It is completely unexpected that our dear brother departed from us, went to be with the Lord on last Thursday evening around 5:30, but he is in a better place, and we know through the word of God, we know he is resting with his Master and Lord and Savior Jesus Christ. And we, the remaining family members, are grieving for his departure, but our Lord's presence is here, and he is the only one can comfort in this situation. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതമായ യേശുവിന് മാത്രമേ നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ആകയാൽ സ്വർഗ്ഗസ്ഥനായ കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ മധ്യത്തിൽ ജീവിക്കുകയും മാതൃകയോട് ജീവിക്കുകയും ചെയ്ത പ്രിയ സഹോദരൻ നമ്മെ വിട്ട് കടന്നു പോയപ്പോൾ നമുക്കെല്ലാവർക്കും ദുഃഖവും ഭാരവും ഉണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് നടത്തട്ടെ. കുടുംബങ്ങളായി ബന്ധുമിത്രാദികളായി പലരും ഇവിടെ ഉണ്ടല്ലോ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൂരത്തും ചാരത്തു നിന്ന് കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിക്കട്ടെ. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന് 27 നമ്മളിങ്ങനെ വായിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണമെന്നുള്ളത് നമ്മുടെ ചോയ്സ് അല്ല, സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ്. Death is not a man's choice, but is destined by the Lord. And we all have to go through it, whether we like it or not, we all have to go. But when a person accepts Jesus Christ as his or her personal Savior, death is gone from that person. Right now, Samu Epen is not dead. You believe that? Samu Epen is not dead. That person, Samu Epen, because he put the trust in the Lord Jesus Christ, he just transferred from this body to eternal body. He's not here, that's true. That's why we are grieving. We are crying because he's not here. But he is not in this body to suffer any more sickness, diseases or anything. But he is in a better place. We, the remaining people, are grieving for him. Don't grieve for him because he is in a better place. സാമൂഹിപ്പനെ നോക്കി ദുഃഖിച്ചിട്ട് കാര്യമില്ല. ആ കർത്താവിൻ്റെ ദാസൻ ചെറിയ കാലത്ത് കർത്താവിനെ രക്ഷനായി സ്വീകരിക്കുകയും തനിക്ക് കൊടുത്ത ആയുസ്സിൽ കർത്താവിനെ വളരെ മാതൃകയോട് സേവിക്കുകയും ചെയ്ത കർത്താവദാസൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കർത്താവ് നിശ്ചയിച്ച ആ സമയത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമുക്കെല്ലാം ഒരു സമയം കർത്താവ് വെച്ചിട്ടുണ്ട്. God has destined a time for me and you, and that time is approaching. As I always say in the Sunday worship service, even if you don't come next Sunday on worship, make sure you are with the Lord. How many of you are assured about that this evening as we sit here, that we are here Sunday evening and we will depart from here, go to our respective places, and this body will be taken to Kerala Wednesday along with the family, and it will be buried there. It's true. But till we meet again in this world, somewhere, some circumstances, how many of us are sure that if the Lord calls me, I will be with the Lord more than I'll be with my family? That is the hope we need these days. Unless and until we have a hope, we just lead a life and perish in this world. But imperishable place is there where the Lord is. That is where we put the hope.
That's the difference between true Christianity and the rest of the religion, because we don't believe in a group of faith, but we believe in a person who gave us the hope and faith. That's the difference. So that is our Lord Jesus Christ, in whom we put the trust. That is where our dear Samuel put the trust so many years ago. And he is in that place where he put the trust at his younger age. ചെറുപ്പകാലങ്ങളിൽ തനിക്ക് തിരിച്ചറിവായപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചോ അന്ന് മുതൽ ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വചനം വിശ്വസിക്കുന്നു, ഓരോരുത്തരും വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാം പ്രത്യാശ, കർത്താവേ നീ ഇന്ന് വന്നെങ്കിൽ നല്ലതായിരുന്നു, ഇന്നെന്നെ ചേർത്തെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഈ കർത്താവദാസനും അതുപോലെ പ്രത്യാശയുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞ ദിവസം നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മളോടായിട്ട് പറയാതെ പോയിട്ടുള്ള പ്രയാസമാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്ക് ആർക്കെങ്കിലും ആരോട് പറയാൻ പറ്റുമോ ഞാൻ നാളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റുമോ? Anybody can witness to other. Can I tell my wife tonight, my dear wife, my Lord is coming tomorrow to take me away and I am going? Will you believe that? We don't get a chance. We never know when the Lord called us. And we should be ready all the time. I'm not going to take time. This is our church time. I want to give some other representative take a few minutes each to reflect and what his life was all about. Then we go to the general public very soon. God bless you. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യനെ വിജയിച്ചിരുന്നു. മരിക്കുക എന്നുള്ളത് ലോകപ്രകാരമുള്ളതാണ്, അത് ശരി തന്നെ. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, സാമു ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ പലരും ഉൾപ്പെടെ, നമുക്ക് മരണമില്ല. ശരീരത്തിൽ നിന്ന് വേർപാടുണ്ട്, പക്ഷെ അത് മരണമല്ല. എ ട്രാൻസ്ഫോം ഫ്രം ഹിയർ ടു ദി ഇറ്റേണിറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സാമു പോയിരിക്കുന്ന സ്ഥലത്ത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും, anyone who listen to me, where the Samu even is resting, if you want to go, read the word, obey the word and get ready to go when he calls. That is simple as that. അതുകൊണ്ട് നമ്മളെല്ലാം റെഡി ആയിരിക്കണം. കർത്താവ് സഹായിക്കട്ടെ. പ്രിയ സഹോദരൻ പോയതുകൊണ്ട്, പ്രിയ ലാലിക്കുട്ടി, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ട എല്ലാം ദുഃഖത്തിലായിരിക്കുന്നു. അവരോട് നമ്മൾ ദുഃഖിക്കുന്നു. എന്നാൽ ഈ ദുഃഖം മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇനിയും സാമൂഹിക ചെന്ന സ്ഥലത്ത് ചെന്ന് നമ്മൾ പ്രിയ സഹോദരനെ കാണും, മുൻപേ പോയവരെ കാണും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ആകയാൽ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മോട് പിടിക്കട്ടെ. ചർച്ചിലെ ചില ഒഫീഷ്യൽ മുന്നോട്ട് വന്ന് ചില ചുരുക്കം ചില മീറ്റ് എടുക്കും. കർത്താവ് നമ്മെ സൺഡേ സ്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്ത് ബ്രദർ KV വർഗീസ്, പ്ലീസ് കം. Praise the Lord. This is a very thoughtful time. I know at this occasion I would like to say a few words. Talking about Brother Samu, he was a spiritual and pious person, and my kids especially told me he was a sweet uncle. As we see in John's Gospel, 11th chapter, 25 and 26, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല, ഇത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. So as the pastor said, he is in a better place. He is not dead. He is alive in spirit. Also, we also see in Daniel chapter 12 verse 13, നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. So he also going to appear when Jesus comes to receive his share. So he is alive. And so we have to have a good hope, and we also go one day like this to be with Jesus. So as born again Christians, we're going to see him when Jesus comes. So finally, on behalf of IPC Sunday School and also behalf of me and my family, I extend condolence to Sister Lalikutti and children and all relatives. May the good Lord bless you all and comfort you. Thank you very much. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ അവസരത്തിൽ മനുഷ്യവാക്കുകൾ കൊണ്ട് ആശ്വാസം പകരുവാൻ സാധ്യമല്ലെങ്കിൽ തന്നെയും നമ്മുടെ കർത്താവും രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സമാധാനം ഈ പ്രിയ കുടുംബാംഗങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നു. ഈ കർത്താവിൻ്റെ ദാസനുമായി കഴിഞ്ഞ ചില വർഷങ്ങൾ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. ഞാൻ ഈ ചർച്ചിൽ വന്നതിൻ്റെ പ്രാരംഭ സമയം മുതൽ എനിക്ക് സാമുചാനുമായിട്ട് പരിചയപ്പെടുവാനിടയായി. ഈ അവസരങ്ങളൊക്കെ പലരിൽ നിന്നും വ്യത്യസ്തമായി സൗമ്യതയുള്ള ഒരു വ്യക്തിയായി എനിക്ക് കാണുവാൻ ഇടയായിട്ടുണ്ട്. പലപ്പോഴും എന്നെ കാണുമ്പോൾ അജി എന്നുള്ളൊരു വിളി, എൻ്റെ പേര് അജി, അപ്പോൾ അജി എന്നുള്ളൊരു വിളി കേൾക്കുന്നത് തന്നെ ഒരു മധുര വാക്ക് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് നല്ല ഒരു മാതൃക തികച്ച് ദൈവസന്നിധിയിൽ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ദാസനാണെന്ന് പറയുവാൻ സാധിക്കും. താൻ നമുക്ക് മുമ്പിൽ കാണിച്ചു വെച്ച നല്ല മാതൃക നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ നമ്മളും പ്രാപ്തരാണ്. ദൈവവചനത്തിൽ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഈ സാമുച്ചാൻ താൻ ചലനമറ്റൊരു ശരീരവുമായി ഇവിടെ ആയിരിക്കുന്നെങ്കിൽ തന്നെയും ഒരു ദിവസത്തിൽ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ രൂപാന്തരം പ്രാപിച്ച് ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി കർത്താവിനെ എതിരേൽക്കാൻ ആകാശമേഘങ്ങൾ എടുക്കപ്പെടുമ്പോൾ ഈ കർത്താവിൻ്റെ ദാസന് നമ്മളോട് വിളിച്ചു പറയാനുള്ള ഒരു വിഷയം ഇപ്പോൾ ഇതാണ്: എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ ആ മഹത്വ പ്രത്യക്ഷതയിൽ ആ ദൈവത്തോടുകൂടെ ചേരുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുവാണ്. നാമും അപ്രകാരമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ അവസരത്തിൽ ചർച്ചിൽ PYPയുടെ നാമത്തിൽ ഉള്ള അഗാധമായ ദുഃഖത്തെ ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖം ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആയിപ്പത്തി സഹോദര സമാജത്തിൻ്റെ റെപ്രസെൻറ്റ് ചെയ്താണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇങ്ങനെ ഇവിടെ നിൽക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല. കഴിഞ്ഞ സൺഡേ നമ്മൾ ഒന്നിച്ച് ഈ ബ്രദറുമായിട്ട് ആരാധിച്ച് വീട്ടിൽ പോയതാണ്. എന്നാൽ ഇങ്ങനെ ഈ സൺഡേയിൽ ഇവിടെ വന്ന് കണ്ടോലൻസ് പറയാൻ നിൽക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. ഈ ദുഃഖവേദയിൽ എന്തോ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബ്രദറിനെ 1988 അവർ ഇവിടെ വന്ന് സമയം മുതൽ നമ്മുടെ ചർച്ചിലാണല്ലോ ആരാധിക്കുന്നത്. അന്ന് മുതൽ ബ്രദറിനെ എനിക്ക് ശരിക്കറിയാം. അതുപോലെ ഞങ്ങളുടെ ബ്രോങ്സിലെ പ്രേയറിന് അന്ന് മിക്കവാറും എല്ലാ വെനസ്ഡേയിലും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ ബ്രദർ ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ട് പോയത് എല്ലാവർക്കും ദുഃഖമുണ്ട്. പ്രിയ ലാൽക്കുട്ടിക്ക് ഒരു ഭർത്താവ് നഷ്ടപ്പെട്ടു, ആ പൈതങ്ങൾക്കൊരു പിതാവ് നഷ്ടപ്പെട്ടു, നാട്ടിലുള്ള ഒരു മാതാവിനൊരു മകൻ നഷ്ടപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ വിധത്തിലും നഷ്ടമാണ്. കോവർക്കർ നഷ്ടപ്പെട്ടു, നമ്മുടെ ആത്മീയ സഹോദരൻ, നമ്മുടെ സഭയ്ക്ക് നമ്മുടെ ആത്മീയ സഹോദരൻ നഷ്ടപ്പെട്ടു, നമ്മുടെ പാസ്റ്റർക്ക് ഒരാട് നഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോ വിധത്തിൽ ഓരോ ദുഃഖത്തിൽ എല്ലാവരും ദുഃഖത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ ഗീതം അതായിരുന്നു. നമുക്ക് ആ കർത്താവ് വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ലല്ലോ. ഈ ബ്രദറിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ ശാന്തനായ ഒരു ബ്രദറാണ്. ഞാൻ ഇത്രയും വർഷം കൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. കോപിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരു സമയം പോലും കോപിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് ബ്രദറിനെ അറിയുന്നത്. വളരെ റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുന്ന ഒരു വ്യക്തി, വളരെ കഴിവുള്ള ഒരു സഹോദരനാണ്. ഞാൻ
ബ്രദർ ചർച്ചിൻ്റെ ട്രഷറായിട്ടിരിക്കുമ്പോൾ ഞാൻ സ്വരസമാജത്തിൻ്റെ ട്രഷറായിട്ടിരിക്കുമ്പോഴാണ് ഈ ബ്രദറിൻ്റെ കഴിവ് എനിക്ക് മനസ്സിലായത്. ആ കണക്കൊക്കെ അപ്ഡേറ്റായിട്ട് എല്ലാം എഴുതി അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണല്ലോ. പ്രസംഗിക്കുവാനും പ്രാർത്ഥിപ്പാനും നമുക്ക് ഓരോരുത്തർക്കും അറിയാം ബ്രദറിൻ്റെ പ്രാർത്ഥന വാചകങ്ങൾ. വളരെ പ്രാർത്ഥിപ്പാൻ കഴിവുള്ള ഒരു വ്യക്തി. നമ്മുടെ സഭയ്ക്ക് അത് വളരെ ഒരു നഷ്ടമായിട്ട് തന്നെയാണ് ഈ ബ്രദറിൻ്റെ വിരോധമായിരിക്കുന്നത്. എനിക്ക് ലാലിക്കുട്ടിയോട് പറയാനുള്ളൂ, ലാലിക്കുട്ടി ഒരിക്കലും ഇത് ഈസിയല്ല. 18 വർഷം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? 2 ആൺപിള്ളേരാണല്ലോ. എന്നാൽ ഒന്ന് ഞാൻ പറയാം, കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. വിധവയ്ക്കാൻ കാന്തനായിട്ട് നമ്മുടെ പ്രാണപ്രിയനായിട്ട് കർത്താവ് നമ്മളോടുണ്ട്. മനുഷ്യരാരുമില്ലെങ്കിൽ ഈ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. You lost your father, but he is the father for the fatherless. He will never forsake you. He will always be with you. He will guide you. Hold on to him no matter what comes in your way. Never let him go. He will guide you through. I know it's very hard for you, but in time you will find out how great is our God. 90 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ മനുഷ്യപുത്രന്മാരെ നിങ്ങൾ തിരികെ വരുമെന്ന് അവൻ അരുളി ചെയ്യുന്നു. അങ്ങനെ കർത്താവ് ബ്രദറിനോട് പറഞ്ഞു ഇനി പോരുവാൻ. കർത്താവ് വിളിച്ച് ചേർക്കപ്പെട്ടു. മനുഷ്യവാക്കുകൾക്ക് ആ കുടുംബത്തിന് ആശ്വാസം കൊടുക്കാൻ കഴിയത്തില്ല. സർവ്വവല്ലഭനായ കർത്താവ് സമാധാനപ്രഭു സകല ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദര സമാജത്തിൻ്റെ പേരിലുള്ള കണ്ടോലൻസും ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുന്നു. അതുപോലെ എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കണ്ടോലൻസും ഈ സമയം ഞാൻ ആശംസിച്ചു കൊള്ളുന്നു. 2 തെസ്സലോനിയൻസ് 3:16 പറയുന്ന പ്രകാരം സമാധാനത്തിൻ്റെ കർത്താവായവൻ അവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിച്ചു കൊള്ളുന്നു. ബ്രദറിനെ സംബന്ധിച്ചോളം ആ പാട്ടിൽ പാടുന്ന പോലെ ഇൻ ദ സ്വീറ്റ് ബൈ ആൻഡ് ബൈ വി ഷാൽ മീറ്റ് ഓൺ ദാറ്റ് ബ്യൂട്ടിഫുൾ ഷോർ. ഗുഡ് ബൈ ബ്രദർ, വി വിൽ ഷാൽ മീറ്റ് യു അഗൈൻ. ഗോഡ് ബ്ലെസ് us. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദുഃഖത്തിൻ്റെ ഒരു സമയത്താണ് നമുക്കുമായിരിക്കുന്നത്. പ്രിയ സഹോദരൻ്റെ വേർപാടിലെ ആ കുടുംബ ദുഃഖമായിരിക്കുന്നു, സഭ ദുഃഖമായിരിക്കുന്നു, പ്രിയപ്പെട്ടവർക്കും ദുഃഖമായിരിക്കുന്നു. ഈ ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ പ്രിയ സഹോദരനെ പറ്റി എന്ത് പറയണമെന്ന് എനിക്കെന്നെ അറിയില്ല. ചർച്ചിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും ആദ്യം ഈ സഹോദരനെ പരിചയപ്പെട്ടത് ഞാനായിരുന്നു. കാരണം 1987 ഞാൻ നാട്ടിലെ വെക്കേഷന് കടന്നു പോകുന്ന സമയത്തായിരുന്നു ഇവരുടെ വിവാഹം. ഞാൻ നാട്ടിൽ കടന്നു ചെന്ന് അടുത്ത ദിവസം തന്നെ പ്രിയ ലാലിക്കുട്ടിയുടെ ഭവനത്തിൽ കടന്നുപോയി. അപ്പോഴത്തേക്കും വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞു. അതിനുശേഷം രണ്ടുപേരും ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. അന്ന് മുതൽ ആരംഭിച്ച സ്നേഹബന്ധം ഇവിടെ അല്പസമയം മുമ്പേ സഹോദരി പറഞ്ഞ പോലെ ഒരു വ്യക്തികളോട് പോലും മുഖം കറുത്തൊരു സംസാരിക്കാട്ട്, ദേഷ്യപ്പെട്ട് സംസാരിക്കാട്ട്, ഒന്നും ചെയ്യാതെ വളരെ സൗമ്യനായ ഒരു വ്യക്തി. നാളെ ഞങ്ങൾക്ക് ഒരു വലിയൊരു നഷ്ടമാണ് സഭയോടുള്ള ബന്ധത്തിലായിരിക്കുന്നത്. എങ്കിലും കർത്താവിൻ്റെ സമയത്തെല്ലാം നടന്നേ പറ്റുള്ളല്ലോ. വേദനയില്ലാത്ത ദുഃഖമില്ലാത്ത ലോകത്തിലേക്ക് താൻ കടന്നുപോയി. എന്നാൽ ഇവിടെ സഹോദരി പറഞ്ഞ പോലെയും ഞങ്ങൾ ഇനിയും പറയാൻ ചർച്ചിലെ മെമ്പേഴ്സാരെങ്കിലും പറയുന്നത് പോലെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന കേട്ടാൽ നമ്മളെല്ലാം ധൈര്യപ്പെടും, പ്രത്യാശയോട് നിറയും. കഴിഞ്ഞ ആഴ്ചയും പ്രാർത്ഥിച്ചാണ്, സൺഡേ സ്കൂൾ കഴിഞ്ഞ് അദ്ദേഹമാണ് പ്രാർത്ഥിച്ചത്. പ്രത്യാശയുടെ വാക്കുകളാണ് എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത്. ഞങ്ങൾ വ്യക്തിപരമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. ഞാൻ ന്യൂയോർക്കിൽ താമസിക്കുന്ന സമയത്ത് ഭവനത്തിൽ കടന്നു വന്ന് വളരെ പല കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്യോന്യം ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. ചർച്ചിനോടുള്ള ബന്ധത്തിൽ ചർച്ചിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ, ചർച്ചിൻ്റെ ട്രഷറർ എന്നുള്ള നിലയിൽ വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിപ്പാൻ കർത്താവ് ഇടയാക്കി. അതുപോലെ തന്നെ വന്ന കാലം മുതൽ ഇത്രത്തോളം ചർച്ചിനോ ചേർന്ന് വിശ്വസ്തനായി നിൽക്കാനുള്ള കർത്താവ് കൃപ കൊടുത്തു. എന്നാൽ ആകസ്മികമായിട്ടൊരു മരണം സംഭവിച്ചു. എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന പറയുകയാണെങ്കിൽ ചർച്ചിൽ ആരെങ്കിലും ഭാരത്തിലോ ദുഃഖത്തിലോ വേദനയിലായിരിക്കുമ്പോൾ ആ വിഷയം എടുത്താണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഞാൻ സൺഡേ സ്കൂളിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതും പറഞ്ഞു,
അങ്ങനെ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ ഒരു ചെറിയ തലവേദന പോലും ഉണ്ടായിരുന്നു പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രം ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ജനറലായിട്ട് പ്രാർത്ഥിക്കുന്ന ഒഴികെ. എന്നാൽ പലരും രോഗത്തിലായി ദുഃഖത്തിലായിരിക്കുമ്പോൾ ഞങ്ങളിതൊന്നും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പെട്ടെന്ന് വളരെ പെട്ടെന്നാണല്ലോ തൻ്റെ വേർപാട് സംഭവിച്ചത്. നാട്ടിലെ ദുഃഖത്തിലായിരിക്കുന്ന മാതാവുണ്ട്, സഹോദരങ്ങളുണ്ട്, ഇവിടെ പ്രിയപത്നിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇവിടെ ദൂരെ നിന്ന് കടന്നു വന്ന ജോസ് കുഞ്ഞുമോനെ കുഞ്ഞമ്മ, അങ്ങനെ എനിക്കറിയാവുന്ന വ്യക്തിപരമായിട്ട് അറിയുന്ന സഹോദരങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കർത്താവ് അവരെല്ലാം ആശ്വസിപ്പിക്കട്ടെ. സഭയുടെ നാമത്തിൽ കടന്നു വന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. എനിക്കറിയാം കൂടുതൽ സമയം എടുക്കാൻ സാധ്യമല്ലെന്ന്. അത് സഭയുടെ നാമത്തിൽ തന്നെയല്ല, എൻ്റെ കുടുംബത്തിൻ്റെ നാമത്തിലുള്ള ദുഃഖം അറിയിച്ചു കൊള്ളുന്നു. അതുകൂടാതെ ഇന്ന് രാവിലെ കാലം ഞങ്ങളോട് ആരാധിച്ചിരുന്ന മറ്റ് സ്റ്റേറ്റിലേക്ക് കടന്നുപോയ എൻ്റെ ബ്രദർ ലോസുണ്ട്. പലർക്കും അറിയാം, ബേക്കുടിച്ച എന്ന് പറയും ചാക്കോപ്പി ജോണ്. രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ദുഃഖം അവിടെ അറിയിക്കണമെന്ന് പറഞ്ഞു, കുടുംബത്തോട് അറിയിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ദുഃഖവും അവരുടെ വേണ്ടി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണം. ദൈവനാമമായിട്ട് ഈ സന്ധ്യാസമയത്ത് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നോക്കി അവരെ ഫേസ് ചെയ്ത് നിൽക്കുവാനായിട്ടുള്ള ധൈര്യം ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. വിശേഷാൽ ഇവിടെ പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ പ്രിയ സാമിനെ ഓർക്കുമ്പോൾ ചർച്ചിനോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, മീറ്റിങ്ങുകളുള്ള ബന്ധത്തിൽ ഒരു വിധത്തിലല്ല ഒരു വിധത്തിൽ ഒരു വ്യക്തിക്ക് പോലും ഒരു വാക്ക് പറഞ്ഞ് അവരുടെ ഹൃദയത്തെ മുറിവപ്പെടുത്തുന്ന യാതൊരു വാക്കും തൻ്റെ നാവിൽ നിന്ന് കഴിഞ്ഞ 25 കൊല്ലത്തെ പരിചയം എനിക്കുണ്ട്, കേട്ടിട്ടില്ല. വളരെ ശാന്തനായ ഒരു വ്യക്തി. എല്ലാവരും പറയാനുള്ള വാക്ക് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വളരെ ശാന്തനായി യാതൊരു വിധത്തിലും പോകുമ്പോൾ എല്ലാവർക്കും കൈതന്ന് പ്രായം കുറഞ്ഞവരെയും പ്രായമുള്ളവരെയും അതാത് രീതിയിൽ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുന്ന പ്രിയ സഹോദരൻ ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങൾക്കെല്ലാം ദുഃഖമുണ്ട്. എന്നാൽ വലിയൊരു പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെക്കാട്ടിൽ മുമ്പ് താൻ ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം തീർത്ത് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നല്ലോ. താൻ ദാസനെ സൂക്ഷിക്കുമ്പോഴൊക്കെ പറയും മുമ്പേ പോയിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ വിചാരിക്കുകയായിരുന്നു അങ്ങനെ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ ദൈവസഭകളിൽ നിന്ന് മുമ്പേ പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ ഒരു വലിയ ദുഃഖമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാത്തിനും സമാധാനം പറയുന്നൊരു വ്യക്തി, എല്ലാത്തിനും ആശ്വാസങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ആ സഭയ്ക്ക് തീരാ ദുഃഖമാണ്. ആ പ്രിയ സഹോദരൻ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. സകല ആശ്വാസത്തിൻ്റെയും ഉടയവനായ കർത്താവ് പ്രിയ ലാൽകുട്ടിയും കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അതിനോട് ബന്ധപ്പെട്ട് അവരുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും ആശ്വസിപ്പിക്കട്ടെ. അപ്പോൾ തന്നെ സഭയിലുള്ള ഞങ്ങൾക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള മുറിവുണ്ട്. ഇത് ആരാധനയ്ക്ക് എങ്ങനെയാണ് ഞങ്ങൾ ആരാധിച്ചതെന്നുള്ളത് വളരെ വേദനാകരമായ ഒരു അവസ്ഥയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരനില്ലാതെ ഞങ്ങൾ ആരാധിച്ചപ്പോൾ പ്രത്യേകിച്ച് പ്രിയ രാജൻ പറഞ്ഞതുപോലെ പ്രിയ സാമുവിനെ എടുത്ത് പ്രാർത്ഥിക്കത്തക്കൊണ്ടുള്ള യാതൊരു പ്രയാസവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. തലവേദനയോ അങ്ങനെയുള്ള അവസ്ഥകളൊന്നും തൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഞങ്ങളെയൊക്കെ ഓർത്ത്, ക്ഷീണമുള്ളവരെയൊക്കെ ഓർത്ത് അനേകർ പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവൻ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ആർക്കും വരുത്താതെ തൻ്റെ കുടുംബത്തിനും ദൈവസഭയ്ക്കും വളരെ മാതൃകമായി ദൈവജനത്തിനും വളരെ യോഗ്യമായ രീതിയിൽ ഈ പട്ടണത്തിൽ ജീവിച്ചു എന്നുള്ളതിന് ഞങ്ങൾ ദൈവസഭ സാക്ഷിയാണ്. ദൈവത്തിന് സ്തോത്രം. ആ മാന്യ സഹോദരൻ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. തൻ്റെ പാത പിൻപറ്റി ഇവിടെ ഇരിക്കുന്നവർ അങ്ങനെയുള്ളവരുള്ള നല്ല ഈ ലോകത്തിൽ ജീവിക്കുന്ന എത്ര നാൾ നമുക്ക് ആയുസുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. തന്നെ പോലെ നമ്മൾക്കൊക്കെ ഒരു നല്ല സാക്ഷ്യം പ്രാപിച്ച് ഈ ലോകത്തിൽ നിന്ന് പേർ വിളിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പോകുമ്പോൾ ഇന്നടത്തെ ഇന്നാര് നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു എന്നുള്ളത് ഈ പ്രിയപ്പെട്ടവരുടെ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. അതിനുമായിട്ട് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ നാമത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളുടെ സഭയ്ക്ക് ഒരു തീരാ ദുഃഖമാണ്. വിശേഷാൽ ഞങ്ങളുടെ സഭയെ ഓർത്ത് വിശേഷാൽ പ്രാർത്ഥിക്കണം. പ്രിയ ലാൽകുട്ടിയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് സകല ആശ്വാസത്തിൻ്റെയും ഉടയവനായ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ദുഃഖം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ ദൗത്യത്തിൽ ഞാൻ വിശ്രമിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന കർത്തദാസന്മാർ, വിശ്വാസികൾ, അതുപോലെ ബറീൻ ഫാമിലി, ലാലിക്കുട്ടി ചിൽഡ്രൻ, എല്ലാവർക്കും കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മളുടെ മുമ്പിൽ ഉണ്ടായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ
ഈ സമയത്ത് വാക്കുകളാൽ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. എന്നാൽ കർത്താവിൻ്റെ ഒരു വലിയ സ്നേഹം, ഒരു മാറാത്ത സ്നേഹം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. 1980കളുടെ ആരംഭ സമയത്താണ് തിരുവല്ലയുടെ ഭാഗങ്ങളിൽ നിന്ന് ഒരു അഡ്വക്കേറ്റായിട്ട് സാമു അച്ഛൻ്റെ ബ്രദർ ഞങ്ങളുടെ നാട്ടിൽ എറണാകുളത്ത് വക്കീലായിട്ട് സേവനമനുഷ്ഠിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നത്. ആ സമയത്ത് താമസിച്ചിരുന്നത് ഞങ്ങളുടെ ഭവനത്തിനോടടുത്തായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ എപ്പോഴും പോവുകയും പപ്പായും അമ്മച്ചിമായിട്ടൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുകയും വളരെ ക്ലോസ് ആയിട്ട് അവരിടപെട്ട ഒരു ഫാമിലി ആയിരുന്നു. പക്ഷേ എനിക്ക് സാമുച്ചാനെ ആ രീതിയിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ 1990 എൻ്റെ പേരൻസ് ഇവിടെ വന്നപ്പോൾ യാദൃച്ഛ്യമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് വർഗീസ് സാറിൻ്റെ ബ്രദറാണെന്ന് മനസ്സിലായത്. പിന്നെ അങ്ങനെ ഒരു ക്ലോസ്നെസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ നാട്ടിൽ വിളിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ 2 കാര്യങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. ഒന്ന്, ഈയിടെ നാട്ടിൽ വന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ട് കടന്നുപോയി, അതാണ് ഞങ്ങൾക്ക് ഒട്ടും മറക്കാൻ വയ്യാത്തൊരു സംഭവം. രണ്ടാമത്തെ കാര്യം, അമ്മച്ചിക്ക് 89 വയസ്സുണ്ട്, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ആശ്വാസമൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തോന്നും സഹായിച്ചു. എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആശാവാക്കുകൾ പറയുന്നു. ഇറ്റ് വുഡ് ഹാവ് ബിൻ യു ഓർ മീ that God plucked the best flower from his own garden. ഒരു കർത്താവ് ഒരു ഗാർഡൻ നട്ടുപിടിപ്പിക്കുന്നു, അതിനകത്ത് പല പ്ലാന്റ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. എന്നാൽ ഏറ്റവും നല്ലൊരു ഫ്ലവറിനെ പിക്ക് ചെയ്യുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ സമയത്ത് പ്ലക്ക് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിച്ചു, പ്ലക്ക് ചെയ്തു. മേ ബി ടുമോറോ ഇറ്റ്സ് മൈ ടേൺ ഓർ യുവർ ടേൺ. ബട്ട് നമ്മൾ പറയുമ്പോൾ ഇൻ ദ ഗോസ്പൽ ഓഫ് ജോൺ 5:24 it says that who that believeth in him have everlasting life and shall not come into condemnation, but is passed from death to life. The Bible conveys a message that death is not the end of life, but it is beginning of another life. So if that is the case, this is the spirit can never die, it continues to live. This is the only hope that brings comfort in you and all families. I pray that the love of God enfolds you during your difficult time. Our thoughts and prayers are with you, and if you need any help, we are there with you, and God bless you with His words. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം അധ്യായം 21, 24, 23. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാകുന്നു. 23 വാക്യം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരുപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്യമല്ല. പ്രിയ സഹോദരൻ്റെ വേർപാട് മുഖാന്തരം നമ്മൾ ഓരോരുത്തരും അതിദുഃഖത്തിലായിരിക്കുന്നു. എന്തു പറയണമെന്ന് യാതൊരു വാക്ക് കിട്ടുന്നില്ല. എന്നാൽ മരണം എന്ന് പറയുന്നത് ദുഃഖം തരുന്നതാണ്. എന്നാൽ ഒരു ഭക്തൻ്റെ മരണം, ആ മരണം കൊണ്ട് തീരുന്നില്ല. മരണത്തിനപ്പുറമായ ഒരു ജീവിതം നമുക്കുണ്ടെന്നുള്ള പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മരണം ഒരു ഘോര ശത്രുവാണ്, ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയാണ്. മനുഷ്യവർഗത്തിൻ്റെ ഒടുക്കത്തെ ശത്രു അവൻ തന്നെ. എന്നാൽ അവൻ ജയാളിയല്ല. മരണത്തെ തകർത്തുയർത്തെഴുന്നേൽച്ച് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ് ജയാളി. അതുകൊണ്ട് വേദപുസ്തക പ്രകാരം മരണം ഭക്തനെ സംബന്ധിച്ചോളം കുടിൽ നിന്നും കൊട്ടാരത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫറാണ്. വിശ്രമ നാട്ടിൽ ചെല്ലുവാൻ അവന് നൽകുന്ന ഒരു പാസ്പോർട്ടാണ്. മരണം ഭക്തന് ലാഭമാണ്, അത് അത്യുത്യമാണ്, അതൊരു വിശ്രാമമാണ്. പ്രിയ സഹോദരൻ, നമ്മളെ വിട്ട് വേർപിരിഞ്ഞ് കർത്താവിനോടുകൂടെയായിരിക്കുന്നത് നമുക്കൊരു നഷ്ടമാണെങ്കിൽ തനിക്കൊരു ലാഭമാണ്. നമുക്ക് ദുഃഖമാണ്, പക്ഷെ തനിക്ക് അത്യുത്യമാണ്. ദുഃഖത്തിലായിരിക്കുന്ന ലാലിക്കുട്ടി ആൻറ്റി, മക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ എല്ലാവരും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. When the roll is called upon, when my name is called, his name is also called, and I'm going to see him. വാക്ക് പറയുന്നു. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും.
Praise the Lord. It is so hard to believe and take in practical life that Samu departed us so quickly. He is not that old. He hasn't finished what he started up. But the Heavenly Father knows about the family and their family life. Lalukutti is my cousin's cousin. Her father and my uncle, they are brother-in-laws. So when I used to go to Pular, most of the time in the vacation time, we all used to hang around. I'm only mentioning Lalukutti, Kunyama, Kunyamon, all of them. But even later on, we all came to this nation and started up our life here. And time passing by, we are getting old. Our children making us really old. But these are the plans of God. But one thing I know about Samu, many of them mentioned here, he's a kind person. He's a man of few words, but he was very intellectual and very smart. But he never shows that in his practical life. Among Pentecostal people, some of them says like this: a believer, when they are about to depart from this world, they go to sickness. And God will give them some time to repent for all the consequences, all the trouble they made, all the problems. So they repent on their bed. Lord, forgive me, forgive me, forgive me, and then take me. But God didn't give that chance to Samu. I think the character which we mentioned here, which applies to his life, there was no need for him to repent. Lord, whatever I committed, forgive me. Or shortcoming happened to my life, forgive me. So he was walking with the Lord. In the Old Testament, we can see a man who walked with the Lord. Then he disappeared. No one has seen him. So that's the same thing which I want to remind the believers that those who are redeemed by the blood of the Lamb, they need to walk with the Lord in their daily life. Not every Sunday morning, every single day of our life, we need to walk with the Lord, talk with the Lord, spend time in His presence. When we are not getting time for that, that is the time the struggles and problems arising in our own Christian life. So being a child of God, try to spend a little time in the presence of God, at least half an hour a day. Then we will see ourselves in the presence of God, our life. Let us hope that destiny. May the Lord bless you. കരുണയുള്ള പിതാവേ, ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം ഞങ്ങളെ കടന്നു പിടിക്കും കർത്താവേ. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ ഉള്ളതായ ഒരു പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് നൽകിത്തിരിക്കുന്നതിനാൽ നന്ദിയുടെ സ്തോത്രം. ഞങ്ങൾ ആ പ്രത്യാശകൾ വളർന്നു വരുവാൻ തക്കവണ്ണം ക്രിസ്തുവിൽ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ച് ക്രിസ്തുവിൽ അവസാനിപ്പിക്കുവാൻ ഇടയാകേണ്ടതിന് വീണ്ടും ഇന്ന് സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ സഹോദരൻ സാമു ഈ ലോകത്തിൽ കർത്താവെ 59 വർഷക്കാലം ജീവിച്ചു. എന്നാൽ നിൻ്റെ സമയത്ത് നിൻ്റെ ദാസനെ നിൻ്റെ സന്നിധിയിലേക്ക് നീ അവിടുന്ന് ചേർത്തുകൊള്ളുവാൻ ഇടയാക്കിയതിനാൽ മനസ്സിലെന്നാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. കർത്താവെ, വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്നതായ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് ഈ കുടുംബത്തെ സമാധാനിപ്പിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ സ്വർഗീയ ദൈവത്തിൻ്റെ സമാധാനം ധാരാളമായി കുടുംബത്തിന് പകരേണ്ടതിനായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. സഹോദരി സഹോദരന്മാരാകുന്ന ഞങ്ങൾ, കർത്താവെ, നിൻ്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ
ഞങ്ങൾ ഈ കോഫിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കർത്താവെ ചില വാക്കുകൾ പറയുന്നത് ഞങ്ങൾ സാമൂഹ്യ വേണ്ടി അല്ലല്ലോ കർത്താവെ, എന്നാൽ കൂടിയിരിക്കുന്ന ഞങ്ങളൊക്കെയും ഞങ്ങൾ തന്നെ ഒന്നും കൂടെ പുനർശോധന ചെയ്യുവാൻ തക്കവണ്ണം നീ നൽകിയിരിക്കുന്ന ഈ നല്ല സാവകാശത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഞങ്ങളെ തന്നെ ഒന്ന് കാണുവാൻ ഇടയാക്കി തീർത്താട്ട്. നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ ബലഹീനതകൾ ഒന്ന് കണ്ട് ഉണരുവാൻ ഇടയാക്കിയാട്ട്. കർത്താവ്, വീണ്ടും ഇവിടെ നടക്കുന്നതായ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവകൃപയിൽ ചെയ്യുവാൻ തക്കോണം നിന്റെ സാന്നിധ്യം ഇടങ്ങി വന്നിരിക്കുന്നതിനായ സ്തോത്രം. ഇവിടെ ഉള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഈ ശേഷിപ്പുള്ളതായ ശരീരം ഇന്ത്യയിലേക്ക് ബുധനാഴ്ച ഉണർന്നു കൊണ്ടുപോകുമ്പോൾ നിന്റെ സാന്നിധ്യം കർത്താവെ യാത്രയിൽ ഉണ്ടായിരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. നാട്ടിലുള്ള മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹോദരങ്ങൾക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടെ നടക്കുവാൻ പോകുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭംഗിയായി, ചന്തമായി, ഉചിതമായി ദൈവനാമം അവിടെ ഉയർത്തപ്പെടുവാൻ തക്കണം ഇടയായി തീരേണ്ടതിന് എല്ലാ ശുശ്രൂഷകളിലും നിന്റെ നാമം ഉണ്ടായിരിക്കേണ്ടതിനായി, നിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തേണ്ടതായി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ്, ഈ പ്രാരംഭം മുതൽ കർത്താവ് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി പോകുന്നതുവരെയും നിന്റെ കൃപയിൽ ഞങ്ങളെ ഇരുത്തി നിന്റെ സമാധാനം കൊണ്ട് നിറച്ച് നിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കിയാട്ടെ, ആശ്വാസം കൊണ്ട് നിറപ്പിക്കാട്ടെ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കൃപയോട് കേൾക്കണമേ. വന്യപിതാവേ, സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തിനെ സ്തുതിക്കുന്നു. സർവാശ്വാസപൂർണമായ കർത്താവെ, നിന്നസിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. ഇന്ന് സന്ധ്യാസമയം ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ നീ മാനിക്കണമേ. ചില മിനിറ്റുകൾ സഭാംഗങ്ങൾ ചിലർ മുന്നോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ ഉച്ചരിച്ചത് ഞങ്ങൾക്ക് ആശ്വാസമായി തീർന്നിരിക്കുന്നു. ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങൾ സഹകരിച്ചത് പ്രിയ നിൻ്റെ ദാസൻ്റെ വേർപാട് മുഖാന്തരം ഞങ്ങളെല്ലാവരും ദുഃഖത്തിലായിരിക്കുന്നു. നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രതികാൽ തൻ്റെ സഹധർമ്മിണി, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, മറ്റു പ്രിയപ്പെട്ടവർ എല്ലാവരെയും നീ ആശ്വസിപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ ആശ്വാസകരം നീ തലോടി എല്ലാവരും നീ ആശ്വസിപ്പിക്കുകയും നിൻ്റെ കൃപ പകരണമേ. കർത്താവേ, നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇവിടെ നൽകിച്ചൂടെ അനുഗ്രഹിക്കണമേ. നിനക്കിതമെങ്കിൽ അടുത്ത ബുധനാഴ്ച ഇവിടെ നിന്നും ശരീരം നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയും ശിശുവിടെ നടക്കേണ്ടതുണ്ട്. എല്ലാം അനുഗ്രഹമായി തീരുവാൻ നിൻ്റെ കൃപ പകരണമേ. ഞങ്ങളതിൽ സമർപ്പിക്കുന്നു. ശുശ്രൂഷയെ മാനിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അനേക പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ തരണം ചെയ്യേണ്ട മരണമെന്നുള്ള കാര്യമാണ്. ഈ കഴിഞ്ഞ എവിടെയോ അടക്കത്തിന് സമയത്ത് ഇതുപോലെ ഞാൻ നിന്നപ്പോൾ പറയുണ്ടായി, when we see the world leaders passed away, the mayor, governor, or president, or prime minister, or somebody in political world, when they passed away, when the people say condolence about that persons, they always remember what they have done in this world, and they won't say anything about what is or where he went or what he's doing afterwards. But to us, as a child of God who believe in the word and who have hope and faith in the Lord, is different. In which way means we know where the time we accepted Jesus Christ our personal Savior, till the journey that ended in this world, that is not the end. That we reflect temporarily, as much as our dear Samu brother or anyone who departed from here. But we have a hope and faith. This is not the end. Why? Because the word of God says, our Lord has said that this is just a beginning. Worldly leaders, political leaders, or whatever it may be, they can only talk about what they have done in this world here. But the word of God says that is not the end of a believer. This is a beginning, and he is in a better place. All those who departed from us is a better place, and they are seeing our Lord's face directly. We know the word of God says that. A high official, a position in this world who is holding highly cannot say that testimony. We don't know, but we have to make sure, Lord, if you call me today, this minute, this hour, or next hour, whatever it may be, that person is blessed. മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ, മണ്ണിലുള്ള കഷ്ടം നീങ്ങി സ്വസ്ഥരായവർ എന്നാണ് നമ്മുടെ പിതാക്കന്മാർ പാട്ടെഴുതിയിരിക്കുന്നത്. എന്ത് ഭാഗ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നു, പ്രിയ സാമു 59 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു, ചെറുപ്പത്തിൽ കർത്താവിനെ സ്വീകരിച്ചു, വളരെ ഭാഗ്യമുള്ളതാണ്. ഞാൻ മറുവശം ഒന്ന് ചിന്തിച്ചു, നിങ്ങളെ ധൈര്യത്തിലൂടെ പറയാം. മറുവശം ഞാനൊന്ന് ചിന്തിച്ചു, ഈ അടുത്തൊരു 10, 15, 20 കർത്താവിൻ്റെ വരവ് താമസിച്ച ഒരു 15 വർഷവും 20 വർഷം ഇവിടെ ജീവിച്ചിരിക്കുന്നത് കേട്ടെ. പ്രായത്തിൻ്റെതായ രോഗമോ ദുഃഖം എന്തെങ്കിലും വന്നാൽ ആ ശരീരത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിനെക്കാട്ടി നല്ലത് കഷ്ടപ്പെടാതെ പോകുന്ന നല്ല. എൻ്റെ മാതാവ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇരുന്ന ഇരിപ്പിൽ പെട്ടെന്ന് ചില തലവർക്കം വന്നു, ഹോസ്പിറ്റലോട്ട് പോകുമെന്ന് പറഞ്ഞു പോയി.
ഒരു കഷ്ടതയുമില്ല, ഒരു പ്രയാസവുമില്ല, ദുഃഖവുമില്ല, കർത്താവിൻ്റെ സ്ഥലയിൽ പോയി എന്ന് പറഞ്ഞതുപോലെ നമ്മളെയൊക്കെയും കർത്താവ് വിളിക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എൻ്റെ ഉദ്ദേശം, നമുക്കെല്ലാം ഒരു സമയം കർത്താവ് വെച്ചിട്ടുണ്ട്. അത് ഇന്നാണോ, ടുഡേ, ടുമാറോ, ദിസ് മിനിറ്റ്, നെക്സ്റ്റ് മിനിറ്റ്, വി ഡോണ്ട് നോ. ബട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി, whatever the time the Lord had destined for you and me, be ready. That is the Lord's time. I don't know, you don't know, but there is a time coming. If there is a birth, there is an expiration. Everything in this world have an expiration, we know that. My life, there is an expiration. I'm getting one more day closer, the destined by the Lord. എല്ലാ കാര്യത്തിലും ലോകത്തിൽ ഒരു എക്സ്പിറേഷൻ, അവസാന തീയതി വെച്ചിട്ടുണ്ട്. ഈ ലോകത്ത് ഏത് കാര്യം എടുത്താലും അതിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. ഞാനും അടുത്തുകൊണ്ടിരിക്കുക, നിങ്ങളും അടുത്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ 70 വർഷമോ 50 വർഷമോ 30 വർഷമോ 2 വർഷമോ നമുക്ക് അറിഞ്ഞുകൂടാ എപ്പോഴാന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രായവ്യത്യാസമില്ലാതെ ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് മരണമെന്ന് പറയുന്നത്. നമ്മളാരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല, ആണോ? Does anybody have to invite death to our life? No, it's an uninvited guest. But through the Lord, through the faith in Christ, through the word of God, we have a hope that we will see this brother along with our departed ones. We will see them. We will see our Lord. We will see Jesus Christ and everyone who departed us. And we will have a great hope in our life. Hallelujah. God bless you all. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് സങ്കീർത്തനം വായിക്കുവാനായി കർത്താവ് പാസ്റ്റർ മോനി മാത്യുവിനെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 90-ാം സങ്കീർത്തനം വായിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്നു, പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ പ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഹല്ലേലൂയ, സ്തോത്രം. നാം ഈ വായിച്ചു കേട്ട സങ്കീർത്തനം മോശയുടെ ഒരു പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മോശ തൻ്റെ സഹോദരൻ്റെ വേർപാടിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനിയൻ്റെ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു. അതിൻ്റെ 18 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ ഞങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമെന്ന് ക്രിസ്ത്യാനികളൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലേ? ഇല്ലയോ? ഉണ്ടെന്നാ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഒരു ദിവസം നമ്മുടെ നാഥൻ നമ്മെ ചേർക്കുവാൻ മടങ്ങി വരും. എന്നാൽ ഹല്ലേലൂയ, അവിടെ കാണുന്നത് എന്തുവാ? അന്നെന്തുവാ സംഭവിക്കുന്നത്?
അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് മേഘങ്ങളെടുക്കപ്പെടും. പ്രിയ സഹോദരൻ, പ്രിയ സാമു, ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുവാനിടയായി തീർന്നു. അത് നല്ല സാക്ഷ്യം നമ്മൾ ഇവിടെ ഇരുന്നവരൊക്കെ കേട്ടു. ഹല്ലേലൂയ. അവരുടെ ചർച്ചിൽ നിന്നുള്ള ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ. പിന്നെ പ്രിയപ്പെട്ടവരോട് ചോദിക്കേണ്ട, അവരതിലും നല്ല സാക്ഷ്യങ്ങളെ പറയത്തുള്ളൂ. പ്രൈസലോട്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, താൻ നല്ല ഒരു ജീവിതം നയിച്ച് ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവനായി ജീവിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ കാഹള ശബ്ദത്തിങ്കൽ താൻ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന ആ സുദിനമുണ്ട്. ഹല്ലേലൂയ. നാമും ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിന് മുൻപേ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുവാനുള്ള ഒരുക്കം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിനുള്ള ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം. ദൈവകൃപയിൽ ജീവിച്ചുകൊണ്ട്, ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി ജീവിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ലാലിക്കുട്ടിയും കുഞ്ഞുങ്ങളെയും പ്രിയ സഹോദരങ്ങളെയും സഹോദരിയും ഒക്കെ വലിയവനായ കർത്താവെ ആശ്വസിപ്പിക്കട്ടെ. ഈ സമയം മാനുഷിക ശബ്ദങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആശ്വാസം പകരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. എങ്കിൽ തന്നെയും മാറ്റമില്ലാത്ത ഈ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ആശ്വാസം പകർന്നവരും പ്രത്യാശ പകർന്നവരും. പ്രൈസലോട്. നമ്മുടെ ഉള്ളിലുള്ള പ്രത്യാശ ഈ പ്രിയ സഹോദരനെ വീണ്ടും കാണാമെന്നുള്ളതാണ്. ഇവിടം കൊണ്ട് അവസാനിക്കുന്നതായിരുന്നെങ്കിൽ നാം ഒത്തിരി കരഞ്ഞാലേ മതിയാകത്തുള്ളായിരുന്നു. എന്നാൽ വേർപാട് ദുഃഖമുണ്ട് എന്ന് അറിയാം. അത് നമ്മളെല്ലാം അറിയുന്നവരാണ്. നാം കരയണം. കരഞ്ഞില്ലെങ്കിൽ ആ കുഴപ്പം. പ്രൈസലോട്. കരഞ്ഞില്ലെങ്കിൽ അത് അതിലും പിന്നെ വലിയ വിഷമമായി തീരും. അതുകൊണ്ട് നല്ലപോലെ തന്നെ കരയണം. പ്രൈസലോട്. കാരണം അതാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. കരഞ്ഞ് നമ്മുടെ ആ വേദനയൊക്കെ അങ്ങ് പോകുമ്പോൾ നാം ഒന്നുകൂടെ റിലാക്സ് ആകും. കരയാതിരുന്നാൽ പിന്നെ അത് നമ്മുടെ ഹാർട്ടിനെ കൂടുതൽ ബാധിക്കും. അതുകൊണ്ട് കരയുക അത് നല്ലതാണ്. എന്നാൽ കരയുക മാത്രമല്ല, നാമും ക്രിസ്തുവിന് വേണ്ടി പ്രയോജനമുള്ളവരായി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു നല്ല ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് പ്രിയ സഹോദരനെ എനിക്ക് വീണ്ടും കാണണം എന്നുള്ള, കാരണം തന്നെ സ്നേഹിക്കുന്നവരും തന്നെ ഓടുകൂടെ സഹകരിച്ചവർക്കൊക്കെ ഒരാഗ്രഹമുണ്ട്, ഇനി ഈ സഹോദരനെ എനിക്ക് ഒന്നുകൂടെ കാണണമെന്നല്ലേ. പ്രൈസ് ലോർഡ്. അപ്പം നാം ഓർക്കണം, അതിനുവേണ്ടി നാം ഒരുക്കമുള്ളവരായി ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിക്കുവാൻ നമ്മെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഞങ്ങളുടെ കുടുംബമായുള്ള കണ്ടോളൻസ് ഈ സമയം ഞാൻ അറിയിക്കുന്നു. പ്രിയ ലാലി സഹോദരി ഞങ്ങളുടെ ചർച്ചിലെ മെമ്പറാണ്. അല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ പ്രത്യേകാൽ ഞങ്ങളുടെ കണ്ടോളൻസ് അറിയിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന ഫസ്റ്റ് കൊണ്ട് നാമത്തിലുള്ള കണ്ടോളൻസും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും ആശ്വസിപ്പിക്കട്ടെ, സമാധാനപ്പെടുത്തട്ടെ, പ്രത്യാശയാൽ നിങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, നാട്ടിൽ കടന്നു പോകുന്ന യാത്രയിലും അവിടെ തുടർന്നുള്ള ശുശ്രൂഷയിലും വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നിങ്ങൾക്ക് വീണ്ടും സമാധാനം നൽകട്ടെ.